നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ ഓഹരി വിപണി ഈ ആഴ്ച ബുള്ളിഷായേക്കുമെന്ന് വിപണി വിദഗ്ധർ. ബാങ്ക് സൂചിക സമ്മിശ്രമാകുമെന്നും വിലയിരുത്തൽ. ഇന്ത്യൻ ഓഹരി വിപണിയിൽ പുതിയ നിക്ഷേപകർക്ക് താൽപ്പര്യം കുറഞ്ഞതായി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നവംബറിൽ പുതിയ നിക്ഷേപകരുടെ വളർച്ചയിൽ 11.6% കുറവെന്നും റിപ്പോർട്ട്. ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി മാറിയെന്ന് റിപ്പോർട്ട്. ഡിജിറ്റലൈസേഷൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കുതിപ്പിന് കരുത്തേകും. ഭവന വായ്പാ ഡിമാൻഡ് വർദ്ധിച്ചു. SBI രാജ്യത്തെ ഏറ്റവും വലിയ വായ്പാ ദാതാവായി. ഭവന വായ്പ 10 ലക്ഷം കോടി കടക്കും. ഇന്ത്യ ജർമ്മനിയെ മറികടന്ന് മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ആഗോളവേദിയിൽ ഇന്ത്യ ഒരു താരമായി ഉയർന്നു വരുമെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ഈ ആഴ്ച ബുൾഷിയായേക്കുമെന്ന് വിപണി വിദഗ്ധർ. ബാങ്ക് സൂചിക സമ്മിശ്രമാകുമെന്നും വിലയിരുത്തൽ. ഈ മാസത്തിലെ ആദ്യ രണ്ടാഴ്ചകളിൽ വൻതോതിൽ വിറ്റഴിച്ചതിനു ശേഷം വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരികൾ വാങ്ങിക്കൂട്ടി. കഴിഞ്ഞ ആഴ്ച ഇക്വിറ്റി വിഭാഗത്തിൽ $419 മില്യൺ മൊത്തം നിക്ഷേപമുണ്ടായി. ഇന്ത്യൻ ഓഹരി വിപണി കഴിഞ്ഞ വാരത്തിൽ അസ്ഥിരമായ വ്യാപാരത്തിന് സാക്ഷ്യം വഹിച്ചു. നിഫ്റ്റി 50 സൂചിക 80.55 പോയിന്റ് ഇടിഞ്ഞ് 25,566.40 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. പ്രധാനമായും 25,700 മുതൽ 26,100 എന്ന പരിധിക്കുള്ളിലായിരുന്നു നിഫ്റ്റിയുടെ ചലനം. സെൻസെക്സ് 0.39% ഇടിഞ്ഞപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ചെറുകിട ഓഹരികളാണ്. ചില ഓഹരികൾ 27% വരെ നേട്ടമുണ്ടാക്കിയത് വിപണിയിലെ നിക്ഷേപകരുടെ താൽപര്യം വ്യക്തമാക്കുന്നു. വിദേശ നിക്ഷേപകരുടെ തുടർച്ചയായ ഓഹരി വിൽപ്പനയും രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 91 എന്ന റെക്കോർഡ് തകർച്ചയിലേക്ക് എത്തിയതും വിപണിയെ ബാധിച്ചു. ആഗോളതലത്തിൽ ബാങ്ക് ഓഫ് ജപ്പാൻ പലിശ നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന സൂചനകളും തുടക്കത്തിൽ സമ്മർദ്ദമുണ്ടാക്കി. എന്നാൽ US പണപ്പെരുപ്പ നിരക്ക് കുറഞ്ഞത് ഫെഡറൽ റിസർവ് കർശന നിലപാടുകൾ ഇളവ് വരുത്തുമെന്ന പ്രതീക്ഷ നൽകി. ഇത് വാരാന്ത്യത്തിൽ വലിയ ഓഹരികൾ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു. ഇന്ത്യ വിക്സ് 5.7% ഇടിഞ്ഞ് 9.52 നിക്ഷേപകർ നിലവിൽ വലിയ അപകട സാധ്യതകൾ കാണുന്നില്ല എന്നതിന്റെ സൂചനയാണ്. പ്രധാന സൂചികകളേക്കാൾ മികച്ച പ്രകടനമാണ് BSE മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ നടത്തിയത്. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ, റോട്ടോ പമ്പ്സ്, ലോയിഡ്സ് എന്റർപ്രൈസസ്, ബ്ലിസ് DVS ഫാർമ, ഗാന്ധാർ ഓയിൽ റിഫൈനറി തുടങ്ങിയ ഓഹരികൾ 15% മുതൽ 27% വരെ നേട്ടമുണ്ടാക്കി. കമ്പനികളുടെ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയും റീറ്റെയിൽ നിക്ഷേപകരുടെ താൽപര്യവുമാണ് ഈ കുതിപ്പിന് പിന്നിൽ. പ്രതിവാര ചാർട്ടിൽ നിഫ്റ്റി പോസിറ്റീവ് ട്രെൻഡിലാണെങ്കിലും 26,200 മുതൽ 26,250 എന്ന പ്രതിരോധ മേഖലയിൽ റെസിസ്റ്റൻസ് നേരിടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ 25,700 മുതൽ 25,600 എന്നത് ശക്തമായ സപ്പോർട്ട് ലെവലായിരിക്കും. 26,250 മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ അടുത്ത വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ ഓഹരി വിപണിയിൽ പുതിയ നിക്ഷേപകർക്ക് താൽപ്പര്യം കുറഞ്ഞതായി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നവംബറിൽ പുതിയ നിക്ഷേപകരുടെ വളർച്ചയിൽ 11.6% കുറവെന്നും റിപ്പോർട്ട്. നവംബറിൽ ഓഹരി വിപണിയിലെ പുതിയ നിക്ഷേപകരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ്. പുതിയ നിക്ഷേപകരുടെ വളർച്ചയിൽ പ്രതിമാസം 11.6% കുറവാണ് രേഖപ്പെടുത്തിയത്. ഈ മാസം 13.2 ലക്ഷം പുതിയ നിക്ഷേപകർ മാത്രമേ വിപണിയിൽ ചേർന്നുള്ളൂവെന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ റിപ്പോർട്ട് പറയുന്നു. 2 മാസത്തെ തുടർച്ചയായ വർധനവിന് ശേഷം നവംബറിലെ മിതത്വം നിക്ഷേപകരുടെ ഓൺബോർഡിംഗ് ആക്കം കുറയുന്നതിന്റെ സൂചനയാണ്. മെയ്, ജൂലൈ, സെപ്റ്റംബർ, ഒക്ടോബർ കാലയളവുകളിൽ ഒഴികെ 2025 പുതിയ നിക്ഷേപക രജിസ്ട്രേഷനുകൾ താഴേക്കുള്ള പ്രവണത കാണിച്ചിട്ടുണ്ടെന്ന് NSE പറയുന്നു. ആഗോളതലത്തിലെ തിരിച്ചടികളും വിപണിയിലെ അനിശ്ചിതത്വവും വികാരത്തെ ബാധിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായി നിക്ഷേപിക്കാൻ സാധ്യതയുള്ളവരെ കൂടുതൽ ജാഗ്രതയുള്ള സമീപനത്തിലേക്ക് നയിച്ചു. 2024 ഫെബ്രുവരിയിൽ 9 കോടി കടന്നതിനു ശേഷം രജിസ്റ്റർ ചെയ്ത നിക്ഷേപകരുടെ ആകെ എണ്ണം 2024 ഓഗസ്റ്റ് ആയപ്പോഴേക്കും 10 കോടിയായും 2025 ജനുവരി ആയപ്പോഴേക്കും 11 കോടിയായും വർദ്ധിച്ചു. 5 മുതൽ 6 മാസത്തിനുള്ളിൽ ഓരോ അധിക കോടിയും കൂട്ടിച്ചേർക്കപ്പെട്ടു. 2025 ഈ വേഗത ഗണ്യമായി കുറഞ്ഞു. നിക്ഷേപക അടിത്തറ 11 കോടിയിൽ നിന്ന് 12 കോടിയായി വളരാൻ 9 മാസമെടുത്തു.
2025 നവംബർ വരെ 4.5 കോടി രജിസ്റ്റർ ചെയ്ത നിക്ഷേപകരുമായി ഉത്തരേന്ത്യ മുന്നിൽ തന്നെ തുടരുന്നു. തൊട്ടു പിന്നാലെ 3.6 കോടി നിക്ഷേപകരുമായി പശ്ചിമ ഇന്ത്യയും 2.6 കോടി നിക്ഷേപകരുമായി ദക്ഷിണേന്ത്യയും 1.5 കോടി നിക്ഷേപകരുമായി കിഴക്കൻ ഇന്ത്യയും എത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി മാറിയെന്ന് റിപ്പോർട്ട്. ഡിജിറ്റലൈസേഷൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കുതിപ്പിന് കരുത്തേകും. ഡിജിറ്റലൈസേഷൻ, സാങ്കേതിക പുരോഗതി, അനുകൂലമായ ജനസംഖ്യാശാസ്ത്രം തുടങ്ങിയ ഘടകങ്ങൾ ഇന്ത്യയെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി നിലനിർത്തുന്നുവെന്ന് റിപ്പോർട്ട്. 2026 എക്കണോമിക് ഔട്ട്ലുക്ക് അനുസരിച്ച് യഥാർത്ഥ GDP വളർച്ച 6.6%, പണപ്പെരുപ്പം 4.2% ഉയരുന്നതോടെ 2026 ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അതിന്റെ ദീർഘകാല വളർച്ചാപാതയിൽ ഏകീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2025 പ്രതീക്ഷിക്കുന്ന ശക്തമായ പ്രകടനത്തെ തുടർന്നാണ് ഈ പ്രവചനം. പണപ്പെരുപ്പം 2.2% കണക്കാക്കപ്പെടുന്നു. 2022 ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ദീർഘകാല പ്രവണതകളിലേക്ക് ഏകീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് മാസ്റ്റർ കാർഡ് എക്കണോമിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ ഇക്കണോമിക് ഔട്ട്ലുക്ക് 2026 പറയുന്നു. ഇത് ട്രെൻഡിന് മുകളിലുള്ള വളർച്ചയിൽ നിന്ന് കൂടുതൽ സുസ്ഥിരമായ വേഗതയിലേക്കുള്ള മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ആഭ്യന്തര നയനടപടികൾ സാമ്പത്തിക പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുമെന്നാണ് കണക്കാക്കുന്നത്. റിപ്പോർട്ട് അനുസരിച്ച് ആദായനികുതി പരിഷ്കാരങ്ങൾ, ചരക്ക് സേവന നികുതി നിരക്കുകളുടെ ലളിതവൽക്കരണം എന്നിവ വ്യക്തിഗത ഉപഭോഗത്തെ ശക്തിപ്പെടുത്തി. ആഗോള തടസ്സങ്ങളിൽ നിന്നും ബാഹ്യവിപണിയിലെ ചാഞ്ചാട്ടത്തിൽ നിന്നുമുണ്ടാകുന്ന പ്രതികൂല അപകട സാധ്യതകൾ ലഘൂകരിക്കാൻ കയറ്റുമതി പിന്തുണ സഹായിക്കും. US ഉയർന്ന താരിഫുകൾ, തുണിത്തരങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയ തൊഴിൽ പ്രാധാന്യമുള്ള മേഖലകളിൽ വെല്ലുവിളി നേരിട്ടേക്കാമെന്നാണ് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഭവന വായ്പാ ഡിമാൻഡ് വർദ്ധിച്ചു. SBI രാജ്യത്തെ ഏറ്റവും വലിയ വായ്പാ ദാതാവായി ഭവന വായ്പ 10 ലക്ഷം കോടി കടക്കും. അടുത്ത സാമ്പത്തിക വർഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭവന വായ്പ 10 ലക്ഷം കോടി രൂപ കടക്കും. ശക്തമായ ഡിമാൻഡും കുറഞ്ഞ പലിശ നിരക്കും ഇതിന് കാരണമായിട്ടുണ്ട്. SBIയുടെ ഭവന വായ്പാ പോർട്ട്ഫോളിയോ ഇതിനകം 9 ലക്ഷം കോടി കടന്നതായും രാജ്യത്തെ ഏറ്റവും വലിയ വായ്പാദാതാവായി ബാങ്ക് മാറിയെന്നും SBI ചെയർമാൻ CS സെറ്റി പറഞ്ഞു. 14% വളർച്ചാ നിരക്കിൽ അടുത്ത സാമ്പത്തിക വർഷം 10 ലക്ഷം കോടി രൂപയുടെ ഹോം പോർട്ട്ഫോളിയോ എന്ന നാഴികക്കല്ല് കൈവരിക്കാനുള്ള പാതയിലാണ് SBI എന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2025 സാമ്പത്തിക വർഷത്തിൽ ബാങ്ക് 8.31 ലക്ഷം കോടി രൂപ ഭവന വായ്പയായി നൽകി. മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ 14.4% വളർച്ചയാണിത്. വർഷങ്ങളായി SBI ഭവന വായ്പാ പോർട്ട്ഫോളിയോ ക്രമേണ വളർന്നുവരികയായിരുന്നു. വളർച്ചയ്ക്ക് സ്ഥിരത നിലനിർത്താൻ ബാങ്കിന് കഴിഞ്ഞു. 2011 മാർച്ചിൽ 1 ലക്ഷം കോടി രൂപ എന്നതിൽ നിന്ന് 2025 നവംബറിൽ അത് 9 ലക്ഷം കോടി രൂപയായി. ഈ വിഭാഗത്തിലെ നിഷ്ക്രിയാസ്തികൾ 1% താഴെയായി നിയന്ത്രിക്കാൻ ബാങ്കിന് കഴിഞ്ഞു. 2025 സാമ്പത്തിക വർഷം ഭവന വായ്പകളിലെ മൊത്തം നിഷ്ക്രിയാസ്തി 0.72%. ഇത് ബാങ്കിംഗ് മേഖലയിലെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലൊന്നാണ്. മൊത്തം വായ്പാ പോർട്ട്ഫോളിയോയുടെ 67% വരുന്ന റീറ്റെയിൽ, കൃഷി, MSME വിഭാഗവും സെപ്റ്റംബറിൽ 25 ലക്ഷം കോടി രൂപ എന്ന നാഴികക്കല്ല് പിന്നിട്ടു. സാമ്പത്തിക വളർച്ച മെച്ചപ്പെട്ടതോടെ നടപ്പു സാമ്പത്തിക വർഷത്തേക്കുള്ള വായ്പാ വളർച്ചാ ലക്ഷ്യം SBI നേരത്തെ നിശ്ചയിച്ചിരുന്ന 12% നിന്ന് 14% ഉയർത്തിയിട്ടുണ്ട്. സ്വർണ്ണ വായ്പയിൽ ബാങ്ക് നല്ല വളർച്ച കൈവരിക്കുന്നുണ്ടെന്നും വ്യക്തിഗത വായ്പ, എക്സ്പ്രസ് ക്രെഡിറ്റ് ഇരട്ട അക്ക വളർച്ച കൈവരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ ജർമ്മനിയെ മറികടന്ന മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെ മാറുമെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ആഗോളവേദിയിൽ ഇന്ത്യ ഒരു താരമായി ഉയർന്നു വരുമെന്നും മന്ത്രി പറഞ്ഞു. 2027 അവസാനത്തോടെ ഇന്ത്യ ജർമ്മനിയെ മറികടന്ന് ലോകത്തെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു. മോദി സർക്കാർ നടപ്പാക്കിയ നയങ്ങളും പരിഷ്കാരങ്ങളുമാണ് ഈ വളർച്ചയ്ക്ക് കാരണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഒരു കാലത്ത് ഇന്ത്യ സ്വർണ്ണപക്ഷി എന്നറിയപ്പെട്ടിരുന്നു. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ പങ്ക് 20%. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഈ കാഴ്ചപ്പാടോടെ മുന്നോട്ടു പോകുകയും ആഗോളവേദിയിൽ ഒരു താരമായി ഉയർന്നു വരികയും ചെയ്യും, മന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 12 വർഷം മുമ്പ് 10ാം സ്ഥാനത്തുനിന്ന് ജപ്പാനെ മറികടന്ന് 4ാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നു. സാമ്പത്തിക വികസനത്തിനായുള്ള ഓട്ടത്തിൽ 200 വർഷമായി ഭരിക്കാൻ ശ്രമിച്ച രാജ്യത്തെ ഇന്ത്യ ഇതിനകം മറികടന്നു. ബ്രിട്ടന്റെ പേര് പറയാതെ അദ്ദേഹം സൂചിപ്പിച്ചു. ഇന്ത്യയുടെ സ്ഥിരോത്സാഹമാണ് രാജ്യത്തെ നിർവചിക്കുന്നതെന്ന് സിന്ധ്യ ഊന്നി പറഞ്ഞു. ഈ സ്ഥിരോത്സാഹം ഇന്ത്യയെ $2.3 ട്രില്യൺ GDP ഉള്ള ഒരു രാജ്യത്തു നിന്ന് $4.5 ട്രില്യൺ GDP ഉള്ള ഒരു രാജ്യമാക്കി മാറ്റി.
മോദി സർക്കാർ കൊണ്ടുവന്ന സ്ഥിരമായ നയങ്ങളും ആഴത്തിലുള്ള സ്ഥാപനപരമായ മാറ്റങ്ങളും മൂലം രാജ്യം ഒരു പ്രധാന ആഗോള ഉൽപ്പാദന കേന്ദ്രമായി മാറുന്നു എന്നതിലേക്ക് നീങ്ങുകയാണ്, കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ ഓഹരി വിപണി ഈ ആഴ്ച ബുള്ളിഷായേക്കുമെന്ന് വിപണി വിദഗ്ധർ. ബാങ്ക് സൂചിക സമ്മിശ്രമാകുമെന്നും വിലയിരുത്തൽ. ഇന്ത്യൻ ഓഹരി വിപണിയിൽ പുതിയ നിക്ഷേപകർക്ക് താൽപ്പര്യം കുറഞ്ഞതായി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നവംബറിൽ പുതിയ നിക്ഷേപകരുടെ വളർച്ചയിൽ 11.6% കുറവെന്നും റിപ്പോർട്ട്. ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി മാറിയെന്ന് റിപ്പോർട്ട്. ഡിജിറ്റലൈസേഷൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കുതിപ്പിന് കരുത്തേകും. ഭവന വായ്പാ ഡിമാൻഡ് വർദ്ധിച്ചു. SBI രാജ്യത്തെ ഏറ്റവും വലിയ വായ്പാ ദാതാവായി. ഭവന വായ്പ 10 ലക്ഷം കോടി കടക്കും. ഇന്ത്യ ജർമ്മനിയെ മറികടന്ന് മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ആഗോളവേദിയിൽ ഇന്ത്യ ഒരു താരമായി ഉയർന്നു വരുമെന്നും മന്ത്രി.